നമ്മളിന്ന് നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. 1 കിലോ മട്ടൻ നന്നായി കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലോട്ട് ഒരു 10 ചെറിയുള്ളി 2ആയി മുറിച്ചതും, ഒരു 2-3 പച്ചമുളകും, അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മട്ടനിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. മട്ടൻ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. ഒരു പാൻ എടുത്ത് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 10-30ഓളം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് അത് നന്നായി തന്നെ വഴറ്റിയെടുക്കാം. പച്ചമുളകും ചെറിയുള്ളിയും ചെറുതായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് സവോള കനം കുറച്ച് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി തന്നെ വഴറ്റിയെടുക്കണം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം നന്നായി ഉടഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കണം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി തന്നെ വഴറ്റിയെടുക്കണം. ഇതാ നമ്മുടെ മട്ടൻ ഇവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയിലോട്ട് നമുക്ക് ഈ മട്ടൻ ചേർത്ത് കൊടുക്കാം.
ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മട്ടനിലോട്ട് മസാലയെല്ലാം പിടിച്ച് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ അടിപൊളി മട്ടൻ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.